ഇനി രണ്ടാമതായി പിശാചിനെ മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമല്ലാത്ത നമ്മുടെ അന്ധമായ മനസ്സിൻ്റെ അജ്ഞതയെയാണ് പിശാച് ചൂഷണം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ഞങ്ങളുടെ ഇരുളടഞ്ഞ ബുദ്ധിയെ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ എന്ന്. ഈ വചനശ്രവണം വഴി സുവിശേഷത്തിൻ്റെ ചുരുളും പൊരുളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള 5 തിരുവചന ഭാഗങ്ങൾ തുടർച്ചയായി ഞാനിവിടെ ഉദ്ധരിക്കാം. അതിനുശേഷം അവയെ ഒരുമിച്ച് വ്യാഖ്യാനവിധേയമാക്കാം. 1 2 കൊരിന്തോസ് 4:4. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. 2 കൊരിന്തോസ് 2:10-11. നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. 2 തിമോത്തി 2:25-26. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം. 4 യോഹന്നാൻ 8:44. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. 5 യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ് കള്ളൻ വരുന്നത്. ഈ 5 തിരുവചനങ്ങൾ നാം ഒരുമിച്ച് വ്യാഖ്യാനവിധേയമാക്കിയാൽ പിശാചിനെയും അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ പ്രവർത്തന ശൈലിയെയും നമുക്ക് മനസ്സിലാക്കാനാവും. വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. 1 അവൻ ഈ ലോകത്തിൻ്റെ ദേവനാണ്. 2 അവൻ തന്ത്രജ്ഞനാണ്. 3 അവൻ കബളിപ്പിക്കുന്നവനാണ്. 4 അവൻ കെണിയൊരുക്കി പിടിക്കുന്നവനാണ്. കെണിവെച്ച് പിടിക്കുന്നത് തീറ്റതന്ന് വളർത്താനല്ല, കൊന്നില്ലാതാക്കാനാണ്. അതുകൊണ്ട് 5 അവൻ കൊലപാതകയാണ്. 6 മോഷ്ടിച്ച് നശിപ്പിക്കലാണ് അവൻ്റെ പണി. 7 അവൻ നമ്മെ അടിമകളാക്കി വച്ചിരിക്കുന്നു. 8 മനുഷ്യ മനസ്സിനെ അന്ധമാക്കുന്നതും അവനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ധ്യാനത്തെ നമുക്ക് ഏകാഗ്രമാക്കാം. പിശാച് നുണ പറയുമോ സത്യം പറയുമോ? ഉത്തരം നുണ പറയും. കാരണം അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. യോഹന്നാൻ 8:44. വെളിപാട് 12:9 പറയുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം ഹവ്വയോട് നുണ പറഞ്ഞോ സത്യം പറഞ്ഞോ? നുണ പറഞ്ഞു. ദൈവം പറഞ്ഞത് നീ ഇത് തിന്നരുത്, തിന്നുന്ന ദിവസം മരിക്കുമെന്നാണ്. ഉൽപ്പത്തി 2:17. എന്നാൽ പിശാച് പറഞ്ഞത് നിങ്ങൾ മരിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്നുമാണ്. ഇത് ശുദ്ധ നുണയായിരുന്നു. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട പിശാചിൻ്റെ ഒന്നാമത്തെ നുണ ദൈവം മനുഷ്യനെ കബളിപ്പിച്ചിരിക്കുന്നു, അഥവാ ദൈവം മനുഷ്യനോട് നുണ പറഞ്ഞിരിക്കുന്നു എന്ന പിശാചിൻ്റെ ഒന്നാമത്തെ നുണയെയാണ്. പിശാചിൻ്റെ ഈ പ്രസ്താവന പറുദീസയിൽ ഹവ്വ വിശ്വസിച്ചോ ഇല്ലയോ? വിശ്വസിച്ചു. നുണ സത്യം പോലെ അവതരിപ്പിച്ചുകൊണ്ട് പിശാച് അവളെ കബളിപ്പിച്ച് കെണിയിൽ വീഴ്ത്തി വഞ്ചിച്ചു. വചനം പറയുന്നു, ഉൽപ്പത്തി 3:6, അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു എന്ന്. തലമുറകളായി പിശാച് ദൈവത്തെക്കുറിച്ച് ദൈവം മനുഷ്യനെ കബളിപ്പിച്ചിരിക്കുന്നു എന്ന ഈ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം ഇന്നും സാത്താൻ്റെ നുണയിൽ വിശ്വസിക്കുന്നുവോ ദൈവിക സത്യങ്ങളിൽ വിശ്വസിക്കുന്നുവോ? നിർഭാഗ്യമെന്ന് പറയട്ടെ, ഹവ്വയെപ്പോലെ നാമും സാത്താൻ പറയുന്ന നുണ വിശ്വസിച്ച് നമ്മൾ ഹവ്വയുടെ മക്കളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പിശാചിൻ്റെ രണ്ടാമത്തെ നുണ, മനുഷ്യനാണ് മനുഷ്യൻ്റെ ശത്രു എന്ന് മനുഷ്യരുടെ ഉള്ളിലിരുന്ന് പിശാച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതും ശുദ്ധ നുണയാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രു പിശാചായിരിക്കെ 1 പത്രോസ് 5:8. മനുഷ്യർ തങ്ങളിൽ ശത്രുക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തമ്മിൽ തല്ലിച്ച് നശിപ്പിച്ച് അവൻ ആത്മാക്കളെ നിരന്തരം മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാലേ യഥാർത്ഥ ശത്രു പിശാചാണെന്ന സത്യം മനുഷ്യർ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യൂ. അതിലൂടെ തനിക്ക് രക്ഷപ്പെടുകയും തമ്മിലടിപ്പിച്ച് ആത്മാക്കളെ നശിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് പിശാചിൻ്റെ ഗൂഢതന്ത്രം, ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കാം. മനുഷ്യർ തങ്ങളിൽ ശത്രുക്കളാണെന്ന് മനുഷ്യരെ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാലേ അവർ തമ്മിലടിക്കുകയും നശിക്കുകയും ചെയ്യുകയുള്ളൂ. ഇതവന് നന്നായി അറിയാം. കാരണം അവൻ വന്നിരിക്കുന്നത് നശിപ്പിക്കാനും കൊല്ലാനുമാണല്ലോ, ഒപ്പം ആത്മാക്കളെ മോഷ്ടിക്കാനും. എന്നും എപ്പോഴും എവിടെയും അവൻ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊന്ന് നശിപ്പിച്ച് ആത്മാക്കളെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നാം തമ്മിൽ സഹോദരങ്ങളാണ് എന്ന് ദൈവം പറയുന്ന സത്യം അവിശ്വസിപ്പിച്ച് നാം തമ്മിൽ ശത്രുക്കളാണ് എന്ന് നുണ പറഞ്ഞ് പിശാച് നമ്മെ വിശ്വസിപ്പിക്കുന്നു, കബളിപ്പിക്കുന്നു. ഈ നുണ വിശ്വസിച്ച് ജനം തമ്മിലടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, നാം കഥ അറിയാതെ ആട്ടം കാണുകയാണ്.